ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഡ്രീം ഡേ ആണ്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി പലതവണ ആലോചിച്ച് ഹരിച്ചും ഗുണിച്ചും ആലോചിച്ച് എന്ന് തന്നെ പറയണം. അങ്ങനെ ആലോചിച്ച് ഒരു കുഞ്ഞൻ സ്റ്റോർ തുടങ്ങുന്ന കാര്യം തീരുമാനിച്ചിട്ട് ഇന്നാണ് അതിൻ്റെ ലോഞ്ച് ഡേ. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി വന്ന് സ്റ്റോറിൻ്റെ ലോഞ്ച് ഡേയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ തയ്യാറാവുകയാണേ ആദ്യം ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയ ഒരു ഉഷാറായില്ലേ. അങ്ങനെ അമ്പലത്തിൽ പോകാൻ തയ്യാറായി. എന്നിട്ട് നമുക്ക് ആദ്യം പോയി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാം. വിഘ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടണമല്ലോ. അങ്ങനെ ഗണപതി ഭഗവാന് ഒരു നാളികേരമൊക്കെ ഉടച്ച്, പിന്നെ കൃഷ്ണനോട് കാര്യം പറയാതെ ഒരു സമാധാനമില്ല. അങ്ങനെ കൃഷ്ണനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ലോഞ്ചിൻ്റെ എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അമ്മയാണ് ചീഫ് ഗസ്റ്റ്. അമ്മ ആണ് ലോഞ്ചിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. സ്റ്റോർ തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഫുൾ സപ്പോർട്ടായിരുന്നു. കൈവിളക്ക് കൊളുത്തി അപ്പോൾ അത് എൻ്റെ മോളാണ്. അവളാണ് ഇന്ന് കൈവിളക്ക് കൊളുത്തി ലോഞ്ച് നടത്തുന്നത്. അപ്പോൾ ലോഞ്ചിൻ്റെ കൈവിളക്ക് കൊളുത്തി തിരി തെളിയിച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു, അമ്മ തിരി തെളിയിക്കുന്നു. അങ്ങനെയാണ് ലോഞ്ചിൻ്റെ ബിഗിനിങ്. അപ്പോൾ ആ കൈവിളക്കൊക്കെ കത്തിച്ചു അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ അമ്മ അത് വിളക്ക് തെളിയിക്കാൻ പോവാണ്. ആൾ നല്ലോണം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഒക്കെയാണ് തുടങ്ങുന്നത്. ആൾ ചീഫ് ഗസ്റ്റ് മാത്രമല്ല, സ്റ്റോർ തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ തന്നെയാണ് ഫസ്റ്റ് കസ്റ്റമറും എന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ കൂടിയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റുമായ അമ്മ. അങ്ങനെ ആദ്യം തിരി തെളിയിച്ചു. പിന്നെ അടുത്ത് തിരി തെളിയിക്കാൻ ചിറ്റപ്പനെ വിളിക്കുകയാണ്. ചിറ്റപ്പൻ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡ്, അമ്മയുടെ ഒരേ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. മൂപ്പരെ വിളിച്ച്, മൂപ്പരും കട്ട സപ്പോർട്ടായിരുന്നു ഫുൾ ഓൺ എല്ലാ കാര്യത്തിനും. നമുക്ക് എല്ലാം ശരിയാക്കാം, എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ടായിരുന്നു കൂടെ എല്ലാ കാര്യത്തിനും ഇതുവരെയുള്ള. അങ്ങനെ ഇത് അമ്മായിയാണ്, അമ്മയുടെ നേരെ താഴെയുള്ള ബ്രദറിൻ്റെ വൈഫ്. പുള്ളിക്കാരിയും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്നു. അങ്ങനെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായി അമ്മായി ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞമ്മ, അമ്മയുടെ ഒൺലി വൺ സിസ്റ്റർ. അങ്ങനെ കുഞ്ഞമ്മയും തിരി തെളിയിച്ചു. ഇന്ന് അപ്പുക്കുട്ടൻ്റെ പിറന്നാൾ കൂടിയാണ്. ഇന്ന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്നത്തെ ദിവസത്തിന്. അപ്പോൾ അപ്പുക്കുട്ടനാണ് ഇനി ഒരു തിരിയും കൂടി തെളിയിക്കാനുണ്ട്. 5 തിരിയിട്ട് തെളിയിച്ച വിളക്കായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരു തിരി അപ്പൂസിനെ കൊണ്ട് കത്തിക്കാനായിട്ട് ഇനിയിപ്പം കൈവിളക്ക് അപ്പൂസിന് കൊടുക്കും. അങ്ങനെ അവൾ ആ തിരി കൂടി അവൾ തെളിയിക്കും. അവിടെ നിന്ന് കവിത ചേച്ചി നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ചേച്ചി കവിത ചേച്ചി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചിക്ക് ജോലിയുടെ ഇടയിൽ വന്നിട്ട് ആൾ നിന്നത്. അപ്പം ഡ്രസ്സ് മാറിയില്ല എന്നുള്ളൊരു ചമ്മൽ കാരണം ആൾ ബാക്കിൽ അവിടെ മാറി നിന്നു. അങ്ങനെ അപ്പൂസ് കൈവിളക്ക് കൊണ്ട് ആ തിരിയും തെളിയിച്ചു. അങ്ങനെ ലോഞ്ചിൻ്റെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ചെറിയ സംരംഭം നിങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. എല്ലാ അനുഗ്രഹങ്ങളും സപ്പോർട്ടും ഉണ്ടാവണം. അങ്ങനെ ഇനിയും മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും അമ്മയാണ് ഫസ്റ്റ് കസ്റ്റമർ. അപ്പോൾ ഫസ്റ്റ് സെയിൽ സ്വീകരിച്ചിട്ട് അമ്മ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അപ്പം തന്നെ അമ്മ ക്യാഷ് തന്ന് അനുഗ്രഹവും വാങ്ങി. അത് കഴിഞ്ഞ് ചിറ്റപ്പൻ അപ്പളേക്കൊന്ന് മാറി. അപ്പോൾ ചിറ്റപ്പൻ ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ചിറ്റപ്പന് കസ്റ്റമർ ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിറ്റപ്പൻ ഇങ്ങനെ ഞാനെന്താ ഇവിടെ, എനിക്കെന്താ, ഞാനെന്തിന് എന്നുള്ള മട്ടിൽ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ചിറ്റപ്പന് ഒരു ചെറിയ സർപ്രൈസ് ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂപ്പർക്ക് ഒരു ചെറിയ സർപ്രൈസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജെൻസിൻ്റെ ഔട്ട്ഫിറ്റ് ഇല്ലല്ലോ, അപ്പോൾ ആൾക്ക് പുറത്തുനിന്ന് വേറൊരു ഇതെടുത്തതാണ്. അപ്പോൾ അത് അങ്ങനെ മൂപ്പരുടെ അനുഗ്രഹവും വാങ്ങി. ഇത് കുഞ്ഞമ്മ വാങ്ങിയതാണ്. ഇങ്ങനെ കുഞ്ഞമ്മയും അനുഗ്രഹിച്ചു. നിറയെ ബിസിനസ്സൊക്കെ ചെയ്ത് നന്നായി വരട്ടെ എന്നൊക്കെ ആൾ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അമ്മായി സെലക്ട് ചെയ്ത പീസ് അമ്മായി വാങ്ങി, അമ്മായിയും അനുഗ്രഹിക്കുന്നുണ്ട് നല്ലോണം. അങ്ങനെ ഇന്നത്തെ ലോഞ്ച് വീഡിയോ അങ്ങനെ ഏകദേശം കഴിഞ്ഞു. റിലേറ്റീവ്സും എല്ലാവരും വന്ന് ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ താര നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഇനി നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് വേണം. ജലജാൻഡി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അങ്ങനെ താര, for the star that you are, please support.